ഫലം വരുമ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ ഉറപ്പിക്കാം പാലക്കാട് ജില്ല ആരു പിടിക്കുമെന്ന്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ മുന്നേറ്റം അവർ പ്രതീക്ഷിക്കുന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാട് നിലവിൽ ഒരു MLA മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഇക്കുറി എണ്ണം 5-ലെത്തിക്കുമെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. CPM-ന് സംസ്ഥാനത്ത് ഏറ്റവും അധികം വിമതശല്യമുള്ള ജില്ലയാണ് പാലക്കാട്. അടിയൊഴുക്കുകൾ ശക്തമായ പാലക്കാട് CPM-നെ CPM തന്നെ തിരിഞ്ഞുകുത്തുന്ന അപൂർവ കാഴ്ചയ്ക്ക് മെയ് 4-ന് പാലക്കാട് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനം മുഴുവൻ വലതുതരംഗം ആഞ്ഞടിക്കുമ്പോൾ പാലക്കാടും UDF കൈകളിൽ എത്തുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആകെ 12 നിയമസഭാ മണ്ഡലങ്ങളുള്ള പാലക്കാട് കുറഞ്ഞത് 5 കോൺഗ്രസ് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഫലം പുറത്തുവന്നു തുടങ്ങിയാൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പാലക്കാടിന്റെ ചിത്രം പുറത്തുവരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇടതു തരംഗം ബോധ്യമായിരുന്നു. പാലക്കാട് അവസാന നിമിഷം ഷാഫി പറമ്പിൽ വിജയിച്ച് കയറുകയായിരുന്നു. ഇക്കുറി പാലക്കാടും പതിവ് പോലെ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. ശോഭാ സുരേന്ദ്രനും രമേശ് പിഷാരടിയും നേർക്കുനേർ പോരാടുമ്പോൾ 2021 ആവർത്തിക്കുമോ എന്ന ഭയം BJPക്കുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് സംസ്ഥാനം ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. പാലക്കാട്, തൃത്താല, ഒറ്റപ്പാലം, മലമ്പുഴ, ചിറ്റൂർ മണ്ഡലങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. ഏപ്രിൽ 9-ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പോളിംഗ് 80.56%. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.64% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അധികമായി പോള് ചെയ്ത 2.92%-ന് അടുത്ത് വോട്ട് UDF ക്യാമ്പുകളിൽ എത്തിക്കഴിഞ്ഞതായി അവർ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം ജില്ലയിലെ 12-ൽ 7 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലെ വർധന. അതുകൊണ്ട് വിജയം 7 മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രവചനവും UDF നടത്തി കഴിഞ്ഞു. ശേഷിക്കുന്ന 5 മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. മലമ്പുഴ, ചിറ്റൂർ, തരൂർ, ആലത്തൂർ, നെന്മാറ മണ്ഡലങ്ങളിലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ചെയ്തവരുടെ എണ്ണം കുറഞ്ഞത്. ഈ മണ്ഡലങ്ങൾ LDF-ന് അനുകൂലമായി വിധി എഴുതുന്നത് ശീലമാക്കിയ മണ്ഡലങ്ങളാണ്. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായി. UDF അവകാശവാദം ഉന്നയിക്കുമ്പോൾ വോട്ടിംഗിലെ വ്യത്യാസം ആരെ ബാധിക്കുമെന്നതിന് ആരും വ്യക്തമായ മറുപടി പറയുന്നില്ല. ഡീൽ ആരോപണം ഉയർന്ന പാലക്കാട് മണ്ഡലം തുടക്കം മുതലേ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു. ആദ്യഘട്ടത്തിൽ BJPക്ക് ശക്തമായ മേൽക്കൈ പറഞ്ഞുവെങ്കിലും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി കളം പിടിക്കുകയായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി എത്തിയത് രാഷ്ട്രീയ മത്സരത്തിന്റെ ചൂട് കുറയ്ക്കുമെന്ന ആരോപണം മറുഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും പ്രചാരണം പാതി വഴി പിന്നിടുമ്പോഴേക്കും ശക്തമായ ത്രികോണ മത്സരമായി മാറിയതിന് തെളിവ് പിന്നീടുണ്ടായ വിവാദങ്ങളും സംഭവ പരമ്പരകളും തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും ഇവയെല്ലാം ദീർഘനാളത്തേക്ക് നിലനിൽക്കുമെന്നതാണ് പാലക്കാടിനെ വേറിട്ട് നിർത്തുന്ന ഘടകം. കയ്യെത്തും ദൂരത്തെത്തിയ വിജയം ഇത്തവണ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി നേടുന്ന വോട്ടുകൾ വിജയം നിർണയിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. അതേസമയം നാട്ടുകാരനായ സ്ഥാനാർത്ഥി NMR റസാക്കിനെ കളത്തിലിറക്കിയത് നേട്ടമാവുമെന്നാണ് LDF-ന്റെ ആത്മവിശ്വാസം. തൃത്താല രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം നടന്ന ഇടമാണ്. ഇവിടെ LDF-ഉം UDF-ഉം ജയത്തിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല. MP രാജേഷ് കേരളത്തിന്റെ മന്ത്രിയാണ്. മന്ത്രിമണ്ഡലം നിലനിർത്തുക CPM-ന് അഭിമാന പ്രശ്നമാകുമ്പോൾ പക്ഷേ എതിരാളി VT ബൽറാമാണെന്നത് CPM പ്രതീക്ഷകൾക്ക് മേൽ വീണ കരിനിഴലാണെന്ന് കാണാം. ഒറ്റപ്പാലത്തേക്ക് വന്നാൽ CPM വിട്ടിറങ്ങിയ PK ശശിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ശ്രദ്ധ കേന്ദ്രമാക്കിയത്. CPM-ലെ തുടർചലനങ്ങൾ ഒറ്റപ്പാലത്ത് ഒതുങ്ങുമെന്ന് ആരും കരുതുന്നുമില്ല. മലമ്പുഴയിൽ നിലവിലെ MLA A പ്രഭാകരനെതിരെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ് രംഗത്തെത്തിയതും മത്സരത്തെ ആകർഷകമാക്കുന്നുണ്ട്. അങ്ങനെ വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് അങ്ങ് പാലക്കാടിനെ വേറിട്ട് നിർത്തുന്ന ഘടകം.